ദൈവനാമം മഹത്വപ്പെടട്ടെ. പകൽക്കാലം വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവവചനം ധ്യാനിക്കാനായിട്ട് കർത്താവ് ഇടയാക്കി തീർത്ത വലിയ ദയക്കായിട്ട് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 21 അധ്യായമാണ്. അതിൻ്റെ പ്രാരംഭ വാക്യങ്ങളാണ് നമ്മൾ ഇന്നലെ ചിന്തിക്കാനായിട്ടിടയായിട്ട് തീർന്നത്. അനന്തരം യെരുശലേമിനോട് സമീപിച്ചു ഒരു മലയരികെ ബേത് ഫാഗയിലെത്തിയപ്പോൾ രണ്ട് ശിഷ്യന്മാരെ അയച്ച് കെട്ടിയിരുന്ന ഒരു കഴുതയെ കൊണ്ടുവരാനും അതിനു മുകളിൽ കയറി ഇരുന്ന കർത്താവ് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നതായിട്ടും ഇന്നലെ നമ്മൾ ചിന്തിച്ച പോലെ തന്നെ ട്രയംഫൽ എൻട്രി എന്ന അതിൻ്റെ സബ് ഹെഡിങ് നമ്മൾ വചനത്തിലൊക്കെ വേദപുസ്തകത്തിൽ കാണുന്നത് പോലെ ഉള്ള കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനമാണ് നമ്മളിന്നലെ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്ന ഭാഗം. അതിനെ തുടർന്ന് കർത്താവ് ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുകയും അവിടെ ചെയ്യുന്നതായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് നമ്മൾ ഓർക്കണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ചില ദിവസങ്ങൾ മുമ്പ്, എനിക്ക് തോന്നുന്നു ഇന്നലെ നമ്മൾ ചിന്തിച്ചത് അതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു എന്നാണ് സാധാരണഗതിയിൽ വിവക്ഷിക്കപ്പെടുന്നത്. ഞായറാഴ്ച ദിവസമായിരുന്നു. എന്നാൽ അതിൻ്റെ അടുത്ത ദിവസമാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഇവിടുന്ന് നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനുമായിട്ട് കഴിയും. യേശു ദൈവാലയത്തിൽ ചെന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നു. അപ്പോൾ ദൈവാലയത്തിൽ ചെന്നപ്പോൾ പ്രധാനമായിട്ട് കർത്താവ് ചെയ്തതായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ 12ഉം 13ഉം വാക്യങ്ങളിൽ ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും അങ്ങനെയുള്ളവരെയൊക്കെ അവിടുന്ന് പുറത്താക്കുന്നത് 12ഉം 13ഉം വാക്യങ്ങൾ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും പുറത്താക്കി പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു. അവരോട് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു എന്ന് അവിടെ പറയുകയും കർത്താവ് കുരുടന്മാരും മുടന്തരുമായ പലരെയും അവിടെ വെച്ച് സൗഖ്യമാക്കുകയും 14-ാം വാക്യത്തിൽ 15-ാം വാക്യത്തിൽ ദൈവപുത്രന് ഹോശന്ന പാടുന്ന ബാലന്മാരെ കണ്ടിട്ട് ഈർഷ്യപ്പെട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഇവർ ചെയ്യുന്നത് കേൾക്കുന്നുവോ എന്ന് അവനോട് ചോദിച്ചു. ദൈവദൂഷണമല്ലേ ഈ പറയുന്നത് എന്നുള്ള അർത്ഥത്തിൽ അവർ ചോദിച്ചപ്പോൾ, നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് പുകഴ്ച നിയമിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. പിന്നെ അവരെ വിട്ട് ബഥാനിയയിൽ ചെന്ന് രാത്രി പാർത്തു എന്ന് നമ്മളവിടെ കാണുക. മാത്രമല്ല, തുടർന്ന് രാവിലെ മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അതിന് ഫലമൊന്നുമില്ലായാൽ അതിന് ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. തുടർന്ന് വിശ്വാസത്തെക്കുറിച്ച്, അത് അത്തി ഉണങ്ങിപ്പോയപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് അവിടെ കർത്താവ് വീണ്ടും, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്നുള്ള കാര്യം കർത്താവ് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് നമുക്ക് കാണാം. ഇതാണ് അടുത്ത ദിവസം എന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് തെറ്റിപ്പോയെന്ന് തോന്നുന്നു. യേശു ദൈവാലയത്തിൽ ചെന്നു എന്നുള്ളത് ആദ്യ ഭാഗത്ത്, അതിൻ്റെ കർത്താവ് കഴുതക്കൊട്ടിപ്പുറത്ത് വരുന്ന ആ ഭാഗത്ത് തന്നെ. എന്നാൽ രാവിലെ അവൻ മടങ്ങി പോകുന്ന സമയം എന്നവിടെ അടുത്ത ഭാഗത്ത് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പം ഇതാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്ന ഭാഗം. വളരെ പ്രത്യേകതയുള്ളൊരു ദൈവവചന ഭാഗമാണ്. വിവിധ ഇൻസിഡൻറ്റുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദേവാലയം എന്ന് പറയുന്നത് എന്തുമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് നമ്മൾ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്ക് ഏലിയുടെ ചരിത്രം വായിക്കുമ്പം കാണാം, അത് ആലയം ഇല്ല. എന്നാൽ തന്നെ ദൈവത്തിൻ്റെ പെട്ടകം പിടിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഏലിക്ക് സംഭവിക്കുന്ന, ഏലിയുടെ മരുമകൾ പുറമോട്ട് വീണ് മരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ നമുക്കവിടെ കാണാം. അതിൽ നിന്ന് തന്നെ എന്തുമാത്രം പ്രാധാന്യമുള്ളതായിരുന്നു ഒരു യഹൂദന് ഈ ആലയം എന്നുള്ളത് നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നത് യെരൂശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ മതിൽക്കുള്ളിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു സങ്കീർത്തനമുണ്ട്. എന്ന് മാത്രമല്ല, 137-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത്, അവിടെ അന്യദേശത്ത് ഞങ്ങളോട് സിയോൻ ഗീതങ്ങളിലൊന്ന് പാടുവാനായിട്ട് ആവശ്യപ്പെടുന്നവർ അവർ സന്തോഷത്തെയും ഒക്കെ ചോദിച്ചപ്പോൾ അവർ ചോദിക്കുന്നത്, അന്യദേശത്ത് സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ഞങ്ങൾ പാടുന്നത് എങ്ങനെ എന്ന് ചോദിക്കുന്ന ചോദ്യം നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം അവർക്കൊരിക്കലും അവർക്ക് വിഭാവനം ചെയ്യാൻ പോലും കഴിയാത്ത ഒരു നിലയിലാണ് അത്തരം സാഹചര്യങ്ങളെന്നും
യെരൂശലേമിനെയും ദേവാലയത്തെയും അവരുടെ സംരക്ഷണത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അവർ സത്യത്തിൽ പിന്മാറ്റത്തിലാണ് നടന്നത് എങ്കിൽ പോലും അവരുടെ വലിയ ഒരു 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 വൈകാരികമായിട്ടുള്ള ഒരു ബന്ധമാണ് ഓരോ യഹൂദനും ഈ ആലയവുമായിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. എസെക്കിയേലിൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, എസെക്കിയേൽ പുരോഹിതൻ ബാബേൽ ദേശത്ത് ഇരിക്കുന്ന സമയത്താണ് യെരൂശലേം പിടിക്കപ്പെട്ടു പോയി എന്നുള്ള വാർത്ത അവിടെ കടന്നു വരുന്നത് എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ എസെക്കിയേലിനോട് അതിന് മുമ്പ് തന്നെ കർത്താവ് പറഞ്ഞിരുന്നു അവിടെ പിടിക്കപ്പെട്ടു പോയി. വാർത്ത വന്നപ്പം എസെക്കിയേലിന് വലിയ പരിഭ്രമമൊന്നും ഉണ്ടായില്ല. കാരണം ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് എസെക്കിയേലിനോട് കർത്താവ് നേരിട്ട് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇങ്ങനെ വിവിധ നിലകളിൽ അവരോട് വളരെ ആത്മീയമായിട്ടും വൈകാരികമായിട്ടും ഒക്കെ അവർക്ക് ബന്ധമുള്ള ഒരു കാര്യമാണ് ദൈവാലയം എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ കർത്താവ് നേരെ ആലയത്തിലേക്ക്, യേശു ദൈവാലയത്തിൽ കടന്നു ചെന്ന് ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും കൈക്കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു. അവരോട് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറയുക. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കർത്താവ് എന്തിനാണ് ഈ ആലയത്തിൽ ഇങ്ങനെ കടന്നു വരികയും ഇതുപോലെ വളരെ രൂക്ഷമായ നിലയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ തുടക്ക സമയത്തും ഇതുപോലെ ഒരു കാര്യം കർത്താവ് ചെയ്യുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. എനിക്ക് തോന്നുന്നത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലാണ് നമ്മൾ ആ ഭാഗം വായിക്കുന്നത്. അവിടെ നമുക്ക് കാണാം കർത്താവ് ഇതുപോലെ തന്നെ കടന്നു ചെല്ലുകയും വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും ഒക്കെ പുറത്താക്കുന്നതായിട്ടുള്ളൊരു കാഴ്ച നമുക്കവിടെ കാണാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള ഭാഗത്ത് നമുക്കത് വായിക്കാനായിട്ട് കഴിയും. അപ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ തുടക്കത്തിലും കർത്താവ് ഇതുപോലെ ഒരു കാര്യം ചെയ്തു. അതുപോലെ തന്നെ മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 സുവിശേഷങ്ങളിലും ഈ കർത്താവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ആ ആഴ്ചയിൽ കർത്താവ് ഇതുപോലെ വീണ്ടും ആലയത്തെ ശുദ്ധീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് നമുക്കൊക്കെ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആലയത്തിന് വലിയ പ്രാധാന്യമില്ല, അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന് എന്താ ഉള്ളത്, അവിടെ ഇപ്പം അങ്ങനെ ചെയ്തതുകൊണ്ട് എന്താ കാര്യം എന്നൊക്കെ നമുക്കൊരുപക്ഷെ പറയാമെങ്കിലും അന്നത്തെ ആ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായിരുന്നു കർത്താവ് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം അവിടെ അതിൻ്റെ കർത്താവ് എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാനുള്ള കാരണമെന്നും കൂടെ അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് അവിടെ നമ്മൾ വായിക്കുക. ഇത് നമുക്കറിയാം, ഇത് രണ്ടും പഴയ നിയമത്തിലെ 2 ഭാഗത്തു നിന്നുള്ള കൊട്ടേഷനാണ് എഴുതിയിരിക്കുന്നത്. ഇരമ്യാ പ്രവചനം, അതുപോലെ യെശയ്യാ പ്രവചനം 56-ാം അധ്യായം 7-ാം വാക്യം, ഇരമ്യാ പ്രവചനം അതുപോലെ തന്നെ 7-ാം അധ്യായം 11-ാം വാക്യം എന്നീ ഭാഗങ്ങളിൽ നിന്നാണ് ഈ ഭാഗങ്ങൾ കോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായിരുന്നു ഈ ആലയം സ്ഥാപിച്ചത് കൊണ്ട്, ആലയം അവർ പണിയത് കൊണ്ട് ദൈവത്തിനുള്ള ഉദ്ദേശം? ചില സമയങ്ങളിൽ നമുക്ക് കാണാം ആലയം പോലും പിടിക്കപ്പെട്ടു പോകുവാനായിട്ട് ദൈവം അനുവദിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ ഈ ആലയം കൊണ്ട് ദൈവം ഉദ്ദേശിച്ചത്, കർത്താവ് ഉദ്ദേശിച്ചത്, അത് അവിടെ നടക്കാതെ വരികയും കേവലം ഒരു ഭാഗ്യചിഹ്നമായിട്ടും അവരുടെയൊക്കെ കുറേ വിശ്വാസങ്ങളൊക്കെ കേന്ദ്രീകരിക്കുന്ന ഒരു സംഭവമായിട്ട് മാത്രം അവർ അതിനെ കാണുകയും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാതെ പോവുകയും ചെയ്ത ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ ചിന്തിച്ചു, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം. നമുക്കറിയാം ആലയത്തിൽ നടന്നുകൊണ്ടിരുന്ന കാര്യവും ഇങ്ങനെയുള്ള ഒരു സംഭവം അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയും എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാം, അതിൻ്റെ ആത്മീയമായിട്ടുള്ള അതിൻ്റെ അംശത്തെ മാറ്റിക്കളഞ്ഞിട്ട് കർത്താവ് അതുകൊണ്ട് ഉദ്ദേശിച്ചതും ദൈവവചനം കൊണ്ടും ആലയം കൊണ്ടും സാക്രിഫൈസസ് കൊണ്ടും അതുപോലെ ഉത്സവങ്ങൾ കൊണ്ടും ഒക്കെ കർത്താവ് അതിനെക്കൊണ്ട് എന്താണ് ആഗ്രഹിച്ചത് എന്നുള്ള ആ ലക്ഷ്യത്തെ മറന്നു കളഞ്ഞിട്ട് കേവലം ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ആചാരാനുഷ്ഠാനങ്ങളെ മനുഷ്യന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു ഉയരത്തിലേക്ക് ഉയർത്തി അത്രമാത്രം ഡിഫിക്കൽട്ടാക്കി മാറ്റിയ ഒരു സാഹചര്യമാണ് നമുക്ക് ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആചാരാനുഷ്ഠാനങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. നമുക്കറിയാം
അവിടെ നമ്മൾ വായിച്ചു കേൾക്കും. നമ്മുടെ ഇന്നത്തെ ബൈബിൾ സ്കൂൾ പോലെ തന്നെ പണ്ട് കാലത്ത് റബയാനിക് സ്കൂൾസ് ഉണ്ടായിരുന്നു, റബയാനിക് സ്കൂൾസ്. അപ്പോൾ അവിടെ ഒരു 1.5 വർഷം പഠിക്കുന്ന ചില കാര്യങ്ങളാണ്. ഒരു മൃഗത്തെ ആലയത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് പൂർണ്ണതയുള്ളയാണോ അല്ലയോ എന്ന് പരിശോധിച്ചറിയാനുള്ള ചില രീതികളും മാർഗങ്ങളും ഒക്കെ അവർക്കുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മൈന്യൂട്ടസ്റ്റ് ആയിട്ടുള്ള പോസിബിലിറ്റി നമ്മൾ വചനത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. നീ ദൈവത്തെ തോൽപ്പിക്കുന്നത് എങ്ങനെയെന്നൊക്കെ മലാഖിയിലും ചില ഭാഗത്തൊക്കെ കാണുന്നുണ്ട്. അത് മുടന്തുള്ളതിനെയും ഊനമുള്ളതിനെയും ഒക്കെ സമർപ്പിക്കുന്നു, ഊനമില്ലാത്ത ആടിനെ വേണം സമർപ്പിക്കാൻ എന്ന് പറയുമ്പോൾ അവർ കേവലം അതിൻ്റെ ഭൗതികമായിട്ടുള്ള ഒരു പെർഫെക്ഷൻ മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നത്. എന്നാൽ ഈ ഊനമില്ലാത്ത കുഞ്ഞാട് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ള ആത്മീയ അർത്ഥത്തിലേക്ക് അവരൊരിക്കലും കടന്നു പോകാൻ ആഗ്രഹിച്ചില്ല. ദൈവത്തിന് ഇങ്ങനെ ഊനമില്ലാത്ത ഒരു ആടും ഊനമില്ലാത്ത മൃഗങ്ങളൊക്കെയാണ് വേണ്ടത് എന്ന് ധരിച്ചിട്ട് അതിനെ പരമാവധി മാക്സിമൈസ് ചെയ്ത് ആ ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ പരമാവധി വളരെ മൈക്രോസ്കോപ്പിക്കായിട്ട് ഉള്ള നിലയിൽ അതിനെ ശോധന ചെയ്യുകയും അതിനെ നിർണ്ണയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ മഹാപുരോഹിതന്മാരാകാനുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യാനുള്ള ആൾക്കാർക്ക് ഇതുപോലുള്ള സ്കൂളുകളും കാര്യങ്ങളും ഒക്കെ അവർ നടത്തിക്കൊണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ വളരെ ഭൂതക്കണ്ണാടി വെച്ച് ഇതിന് ഊനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇങ്ങനെയുള്ള ചില ചട്ടങ്ങളൊക്കെയാണ് പഠിപ്പിച്ചത് എന്ന് നമുക്കറിയാം. അപ്പം ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ഈ പറയുന്ന പോലുള്ള യാഗങ്ങൾക്കും ഉത്സവങ്ങൾക്കും അതുപോലുള്ള പെസഹയ്ക്കും പെന്തക്കോസ്ത് പെരുന്നാളിനും കർത്താവിന്റെ ദാസൻ ഇന്നലെ പറഞ്ഞല്ലോ കൂടാര പെരുന്നാളിനും ഒക്കെ ഇതുപോലുള്ള പല കാര്യങ്ങൾക്കും ആത്മീയമായിട്ടുള്ള ഒരു അർത്ഥവും ജനം എത്തിച്ചേരാനായിട്ട് ദൈവം ആഗ്രഹിച്ച ഒരു നിലവാരവും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഉണ്ടെങ്കിലും അത്തരം ആത്മീയ വശങ്ങളെല്ലാം എടുത്തു കളഞ്ഞതിന് ശേഷം ഇത്തരം അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും പരമാവധി പെർഫെക്റ്റ് ആക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ട് എന്താണോ കർത്താവ് അതുകൊണ്ട് ആഗ്രഹിച്ചത് അതിനെ തള്ളിക്കളയാനായിട്ട് അവർ ഇടയായിത്തീരുക. നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്തായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതെന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ തൻ്റെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം സകല ജാതികളെയും അനുഗ്രഹിക്കുകയും ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത നിത്യതയും അബ്രഹാം കടന്നുപോയിരിക്കുന്ന ദൈവ സന്നിധിയിലേക്ക് എല്ലാവർക്കും കടന്നു വരാൻ ഇടയായി തീരത്തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത ചില വ്യക്തികൾക്ക് മാത്രമല്ല, അബ്രഹാമിന്റെ സന്തതികൾക്ക് മാത്രമല്ല, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തു മൂലം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു നിലയിലേക്കാണ് ദൈവം കാര്യങ്ങളെ കൊണ്ടുവന്നത് എന്ന് നമുക്ക്, അല്ലെങ്കിൽ അതാണ് കർത്താവ് ആഗ്രഹിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഇപ്പോഴേ നമ്മുടെ കത്തോലിക്ക സഹോദരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പഴയ നിയമത്തിന്റെ പ്രസക്തി എന്താണ്, ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രസക്തി എന്താണ് എന്നൊക്കെ വളരെ ഉറക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വളരെ നല്ല കാര്യമാണ്. ആരോഗ്യപരമായ ചർച്ച നിശ്ചയമായിട്ടും അത് അവരെ ദൈവവചനം തിരിച്ചറിയുന്നതിനും ദൈവവചനത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുമായിട്ട് ഇടയാക്കി തീർക്കും. നമുക്കറിയാം ഗലാത്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ പഴയ നിയമത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരേ ദൈവം തന്നെ ഈ ന്യായപ്രമാണവും കൊടുത്തു, കൃപയുടെ പ്രമാണവും കൊടുത്തു. ഈ ഒരേ ദൈവം തന്നെ ചില ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യണമെന്നും പറയുന്നു, അതേ ദൈവം തന്നെ പറയുന്നു ആചാരാനുഷ്ഠാനങ്ങൾ വേണ്ടെന്നും പറയുന്നു. അപ്പം ഏതൊരു വ്യക്തിയും ഇതൊക്കെ വായിക്കുമ്പം ഇടറിപ്പോകും. ഇതിൽ ഏതെങ്കിലും രണ്ടിൽ ഒന്ന് തിരഞ്ഞെടുക്കാനായിട്ട് നിർബന്ധിതരാകും. പുതിയ നിയമം കുറച്ചുകൂടെ അട്രാക്റ്റീവും സ്നേഹമസൃണമാണെന്ന് തോന്നുന്നത് കൊണ്ട് പുതിയ നിയമം തിരഞ്ഞെടുക്കുകയും പഴയ നിയമത്തിലെ പ്രമാണങ്ങളെയും പഴയ നിയമത്തിലെ ദൈവത്തെയും പള്ളു പറയുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഗലാത്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ പൗലോസ് ഈ പഴയ നിയമത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഈ മോശെ മുഖാന്തരം നൽകപ്പെട്ട ന്യായപ്രമാണത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ ഗ്രഹിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. എന്താണ് ആ ഗ്രഹിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വാഗ്ദത്തം ചെയ്യപ്പെട്ട സന്തതി വരും വരെ അത്
കൊടുത്തിരിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമായിരുന്നു ഈ ന്യായപ്രമാണമെന്നും വാഗ്ദത്തം ചെയ്യപ്പെട്ട സന്തതി മുഖാന്തരമാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശം വെളിപ്പെടുന്നതെന്നും മനസ്സിലാക്കാം. എബ്രായർക്ക് എഴുതുന്ന ലേഖനത്തിൽ വായിക്കുന്നു, ന്യായപ്രമാണം വരാനിരുന്ന കാര്യങ്ങളുടെ നിഴലായിരുന്നു, സാക്ഷാൽ കാര്യങ്ങളുടെ സ്വരൂപമല്ലായിക കൊണ്ട് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലുള്ള വചനങ്ങൾ പൗലോസ് എഴുതുന്ന പല ഭാഗങ്ങളിലും നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ പഴയ നിയമകാലത്ത് പോലും ഒരു മനുഷ്യന്റെ കുറവ് അവൻ മനസ്സിലാക്കി ദൈവകൃപയിൽ അവൻ ആശ്രയിക്കാനായിട്ട് ഇടയായി തീരാനായിട്ട് ഇടയാകും വണ്ണം, കർത്താവെ ഞങ്ങൾക്കിത് കഴിയുന്നില്ല, ഞങ്ങൾക്കിതൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ആശ്രയത്തിലേക്ക് വരാനുള്ള ഉപാധിയായിരുന്നു ന്യായപ്രമാണം. അല്ലാതെ ന്യായപ്രമാണം കൊണ്ട് പെർഫെക്ഷൻ ഉണ്ടാകും എന്നുള്ളൊരു നിലയിലല്ല. അതുകൊണ്ട് തന്നെ ഈ സത്യം മനസ്സിലാക്കി അനേക വ്യക്തികൾ പഴയ നിയമകാലത്ത് തന്നെ വിശ്വാസത്താലുള്ള ആത്മരക്ഷ പ്രാപിച്ചവരായിരുന്നു എന്നുള്ളത് എബ്രായർക്ക് എഴുതുന്ന ലേഖനം തന്നെ നമുക്ക് സാക്ഷ്യം നൽകുന്നുണ്ട്. അപ്പം ഈ നിലയിൽ ഈ കാര്യങ്ങളെ കണ്ടില്ലെങ്കിൽ, പഴയ നിയമ വായിക്കുമ്പോഴും പഴയ നിയമ പ്രമാണങ്ങളും ഒക്കെ നമ്മൾ വായിക്കുമ്പം അത് ആ പ്രമാണങ്ങളെ കാണുന്നതിനേക്കാൾ ഉപരി അതിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട മശിഹയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്തുവിനെ കുറിച്ചുള്ള വാഗ്ദത്തം നൽകപ്പെട്ട ദൈവവചന ഭാഗമായതുകൊണ്ടാണ് നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലാതെ പഴയ നിയമത്തിൽ ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, അതിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആ മോറൽ ഒബ്ലിഗേഷൻസ്, അല്ലെങ്കിൽ അതിന് സാന്മാർഗപരമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ നീതി സംബന്ധിച്ച കാര്യങ്ങളൊന്നും കർത്താവ് മാറ്റിയിട്ടില്ല. അതൊക്കെ ഇന്നും നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, കർത്താവ് അതിനെക്കുറിച്ചുകൂടെ എൻഹാൻസ് ചെയ്തു എന്നുള്ളത് നമുക്ക് പുതിയ നിയമം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ വരാനെന്ന ക്രിസ്തുവിന്റെ നിഴലായിട്ട് ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രസക്തി ഇല്ലാതായി. ആ നിലയിലാണ് പഴയ നിയമം മാറിപ്പോയി നമ്മൾ പറയുന്നത്. നിഴലായിരുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു, എന്നാൽ പൊരുളായവൻ വന്നപ്പോൾ പിന്നെ നിഴലിനെ പിന്തുടരേണ്ട ആവശ്യമില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് ചില നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരുന്നു. നമുക്കറിയാമല്ലോ, അവർക്ക് കൊടുത്തിരുന്നു, നിങ്ങൾ മരുഭൂമി യാത്ര നടന്നിക്കൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് ഒരു കുഴിയെടുത്തിട്ട് വിസർജ്യം മറവ് ചെയ്യാൻ വേണ്ടി ഒരു കുഴിയെടുത്തിട്ട് അത് മൂടണം എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ കുഴിയെടുക്കാനായിട്ട് അതിനെന്താ പറയുന്നത്, പാര ഉണ്ടായി, പാരയെന്നാണോ അവിടെ ഉപയോഗിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഇതാണോ നമ്മൾ ഇന്ന് ആചരിക്കേണ്ടത്? അല്ല, അവരെ ഹൈജീനിക്കായിട്ടും അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നൽകപ്പെട്ട കാര്യങ്ങളാണ് എന്ന് വെച്ചിട്ട് ഇന്ന് പുതിയ നിയമത്തിൽ നമ്മളൊരു പാര വെച്ചുകൊണ്ടിരിക്കണമെന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, കർത്താവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മൾ കടന്നു വരുമ്പോൾ ചില നിയമങ്ങളൊക്കെ നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതും, അത് പുതിയ നിയമത്തിന്റെ നിയമങ്ങളോട് തട്ടിച്ചു നോക്കുമ്പോൾ അവയൊന്നും ആ നിലയിൽ പൂർണ്ണതയുള്ളവ ആയിരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാമല്ലോ, കർത്താവ് തന്നെ പറഞ്ഞ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു ഉത്തരം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് മോശെ അങ്ങനെ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് ഉപേക്ഷിക്കാനായിട്ട് പറഞ്ഞത്? അത് ദൈവത്തിന്റെ ഹിതമായിരുന്നു? അല്ലാന്ന് കർത്താവ് പറഞ്ഞു. ദൈവഹിതമൊന്നും ആയിരുന്നില്ല, ആ നിലയിൽ പൂർണ്ണതയുള്ള ദൈവഹിതം ആയിരുന്നില്ല. എന്നാൽ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം അത്രേ അത് അങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞത്. കാരണം ഒരു വ്യക്തിയെ അംഗീകരിക്കാൻ കഴിയുന്നില്ല, ഉപേക്ഷിക്കാനും കഴിയുന്നില്ല, പിന്നെ ആ വ്യക്തിയെ കൊന്നുകളയുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമല്ലോ. അപ്പൊ ഇതുപോലുള്ള ഒരു നിലയിൽ മനുഷ്യൻ ആന്തരികമായ ശക്തിയില്ലാതെ, സ്നേഹിക്കാനോ ക്ഷമിക്കാനോ ഉള്ള പരിശുദ്ധാത്മ കൃപയില്ലാതെ അവർക്കത് ചെയ്യാൻ കഴിയത്തില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, ആ പഴയ നിയമത്തിന്റെ ആ ഒരു ചുറ്റുപാടിലാണ് തൽക്കാലത്തേക്ക് ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞത് എന്നുള്ള കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ ഹൃദയകാഠിന്യ നിമിത്തം മനുഷ്യന് അവന്റെ ഉള്ളിൽ പാപം വസിക്കുന്നത് കൊണ്ട് അവന് ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് അറിഞ്ഞിട്ടാണ് പുതിയ നിയമത്തോളം പെർഫെക്റ്റ് അല്ലാത്ത ചില സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് എന്ന് പറയും. അതിനെന്താ പറയുന്നത്? മലയാളത്തിൽ പറഞ്ഞാൽ ഇടക്കാലാശ്വാസവും അല്ല, സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലത്തേക്കുള്ള ഒരു നിലയിൽ കൊടുത്തിരുന്ന ചില നിയമങ്ങളാണ് അത് എന്നും, അതിന്റെ പൂർണ്ണത നോക്കിയിട്ടല്ല അത് ദൈവമാണോ കൊടുത്തത് പിശാചാണോ കൊടുത്തതെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. മറിച്ച് അത് എന്തിനു വേണ്ടി കൊടുത്തു, ഏത് വരെ കൊടുത്തു, അതിന്റെ ഉദ്ദേശം എന്താണ്,
കൊടുത്തതിന്റെ കാരണം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അത് ദൈവം തന്നെ നൽകിയതായിരുന്നു, എന്നാൽ എക്കാലത്തേക്കും വേണ്ടി നൽകിയ കാര്യങ്ങളല്ല, എന്നാൽ അതിന്റെ ധാർമ്മിക നിലവാരമോ ധാർമ്മിക പ്രമാണങ്ങളോ മാറ്റപ്പെട്ടിട്ടില്ല, അത് ഒന്നും കൂടെ ഉയർത്തപ്പെടുകയാണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം ഈ പൗലോസ് ഗലാത്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞത് ഗ്രഹിച്ചില്ലെങ്കിൽ ആരും ഇതിന്റെ മുന്നിൽ ഇടറിപ്പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതിനു മുന്നേയും അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഒന്നുകൂടെ ഇവിടെ പ്രസ്താവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. നോക്കിയാട്ടെ, എന്നിട്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കർത്താവ് ഈ ആലയത്തിലേക്ക് കടന്നു നിന്ന് ചെയ്യുന്നതായിട്ടുള്ള കാര്യം. അപ്പം ആലയത്തിൽ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഈ യാഗങ്ങളും കർമ്മങ്ങളും പെർഫെക്റ്റ് ആക്കണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് ആടിന്റെ ന്യൂനത ലെൻസോ മൈക്രോസ്കോപ്പോ വെച്ച് നോക്കി ചെറിയ ചെറിയ ന്യൂനതകൾ ഉള്ളതിനെ ഒന്നും ആൾക്കാർ വീട്ടിൽ നിന്ന് കൊണ്ടുവരുവാണെങ്കിൽ അതിനെ കൊണ്ടുവരാൻ കഴിയത്തില്ല. പിന്നെ ആൾക്കാർക്ക് ഒരു സൗകര്യമാണ്, ദൂരത്തുനിന്ന് വരുമ്പോൾ ഈ ആടിനെയും കെട്ടിപ്പിടിച്ച് നടത്തിക്കൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അവരവിടെ ഒരു അറേഞ്ച്മെന്റ് ചെയ്തു. അവിടെ തന്നെ ഈ മൃഗങ്ങളെയും പക്ഷികളെയും അതുപോലെ ആലയത്തിൽ അടയ്ക്കേണ്ടതായിട്ടുള്ള ചില ടാക്സുകളുണ്ട്. അത് സെക്യുലറായിട്ടുള്ള നാണയങ്ങൾ വെച്ച് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ടെമ്പിളിൽ അംഗീകരിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച പോലുള്ള ദ്രഹ്മപ്പണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് വെച്ച് മാത്രമേ അവിടുത്തെ ടാക്സും അല്ലെങ്കിൽ അവിടുത്തെ ചില ഫീസൊക്കെ അടയ്ക്കാനായിട്ട് കഴിയത്തുള്ളൂ. എന്ന് മാത്രമല്ല, ഈ ഇതിനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവർക്കും ഇതൊക്കെ ഈ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരും അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം അതാണ്. അവിടെ ഈ നടക്കുന്ന കാര്യങ്ങൾ ചില മനുഷ്യർ നമ്മൾ കാണാമല്ലോ, ഉത്സവമൊക്കെ നടക്കുമ്പം ആ ഉത്സവത്തിന്റെ പറമ്പിൽ വന്ന് സ്റ്റാൾ ഇടുന്നത് പോലെ അല്ല, ഒരു പെർമനന്റ് അറേഞ്ച്മെന്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ പുരോഹിതന്മാരും ഒക്കെ ആയിരുന്നു ഇതിന്റെ പുറകിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അവർ നേരിട്ട് അതിൽ ഒരുപക്ഷെ ഇടപെട്ടിരുന്നില്ല. എന്നാൽ ഇതിൽ കിട്ടുന്ന ലാഭവും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് പോയിരുന്നു. നമുക്കറിയാം, ഇന്നത്തെ കാലത്തും ഭക്തിയെ മുതലാക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ ജാതീയമായിട്ടുള്ള പശ്ചാത്തലത്തിൽ മാത്രമല്ല, നമ്മുടെ പെന്തക്കോസ് കൂട്ടായ്മകളിലും അതുപോലുള്ള സ്ഥലങ്ങളിൽ പോലും മനുഷ്യന്റെ പാപത്തിൽ പാപിയായ മനുഷ്യന്റെ പ്രയാസങ്ങളെ അവന്റെ മനസാക്ഷി വല്ലാതെ വേദനിക്കുമ്പോൾ അതിനെ തക്ക സമയത്ത് മുതലാക്കിയെടുക്കാനുള്ള ചില പരിശ്രമങ്ങളും അതുപോലുള്ള ശുശ്രൂഷകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്താണ് ഏതാണെന്നൊന്നും പൊളിച്ചു പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. അത് നമുക്കൊരു പക്ഷേ നന്മയും ചെയ്യത്തില്ലല്ലോ, അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ. എന്നാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, കർത്താവ് ഇത് മനുഷ്യന്റെ ചില ദോഷൈക ദൃക്കുകളായിട്ടുള്ള ആൾക്കാർ പറയുന്നത് പോലെ മനുഷ്യനെ ഭയപ്പെടുത്തുകയും പേടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു നിലയിലൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം പാപത്തെ പാപമാണെന്ന് പറയണം, തെറ്റിനെ തെറ്റാണെന്ന് പറയണം. എന്നാൽ അതേസമയം അതിന്റെ പരിഹാരവും ദൈവത്തിന്റെ വചനത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട്. അതിലേക്കും കൂടെ മനുഷ്യനെ നടത്താനായിട്ട് ഇത് പറയുന്നവരും പേടിപ്പിക്കുന്നവരും അല്ലെങ്കിൽ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന വ്യക്തികൾ അതിനും ബാധ്യസ്ഥരാണ്. അല്ലാതെ പേടിപ്പിച്ച് അവിടെ നിർത്തിക്കിട്ട് പിന്നെ ജീവിതകാലത്ത് അവന്റെ പേടി ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിലയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം ഇവിടെ നോക്കിയാട്ടെ, ഇങ്ങനെ പാപം ചെയ്ത വ്യക്തികൾക്ക് അവിടെ കടന്നു വന്നിട്ട് അവന്റെ മനസാക്ഷിയിൽ നമുക്കറിയാം ഈ യാഗമൊക്കെ കഴിച്ച് കഴിയുമ്പം അവൻ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നവിടെ എഴുതിയേക്ക്. നമുക്കറിയാം ഒത്തിരി പ്രാകാരങ്ങൾ ദൈവ ആലയത്തിൽ ഉണ്ടായിരുന്നു. 15 ഏക്കറോളം സ്ഥലത്ത് ദൈവാലയം ഹെരോദാവിന്റെ ആലയം ഉണ്ടായിരുന്നു എന്നുള്ളതും, ഏകദേശം 30 46 എത്രയോ ഏക്കറായിരുന്നു ആ ടെമ്പിൾ മൗണ്ടിന്റെ മുകളിലുള്ള സ്ഥലമെന്നും ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ആലയത്തിന്റെ നടുഭാഗത്ത് തന്നെ ആ അൾത്താരയോട് ചേർന്ന് അല്ലെങ്കിൽ ഓൾട്ടറിനോട് ചേർന്ന് തന്നെ പുരോഹിതന്മാർക്കുള്ള ഒരു അൾത്താര ഉണ്ടായിരുന്നു. പ്രീസ്റ്റുകൾക്കുള്ള അൾത്താരയല്ല, ഒരു കോർട്ട്യാർഡ് അവിടെ ഉണ്ടായിരുന്നു, പ്രാകാരം ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് വേറെ കോർട്ട്യാർഡ് ഉണ്ടായിരുന്നു, പുരുഷന്മാർക്ക് വേറെ കോർട്ട്യാർഡ് ഉണ്ടായിരുന്നു. അതുപോലെ പലർക്കും അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുമായിരുന്നെങ്കിൽ ഈ മതിൽക്കെട്ടിന് പുറത്ത് ഒരു കോർട്ട്യാർഡ് ഉണ്ടായിരുന്നു. അത് വളരെ വിശാലവുമായിരുന്നു. ആ ഭാഗത്താണ് ജാതികളുടെ ആലയം അല്ലെങ്കിൽ ദ കോർട്ട്യാർഡ് ഫോർ നേഷൻസ്, രാഷ്ട്രങ്ങൾക്കുള്ള മറ്റു പുറജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് വരുന്ന സ്ഥലത്ത് അതിനുള്ള ഒരു കോർട്ട്യാർഡ് എന്നുള്ള നിലയിൽ വളരെ വിശാലമായിട്ട് ഇരുവശവുമായിട്ട് അത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അതിൻ്റെ പടം നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതേ നിങ്ങൾ ധാരണപ്പശ ഉണ്ടെങ്കിൽ എസ് ജോർജ് പാസ്റ്ററൊക്കെ ഉണ്ടല്ലോ, കറക്റ്റ് ചെയ്യണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം അങ്ങനെ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം
ഇവിടെ യെശയ്യാ പ്രവചനം വായിക്കുമ്പോഴും ദൈവവചനം വായിക്കുമ്പോഴും നമ്മുടെയൊക്കെ ഉള്ള ഒരു വിചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം നമ്മുടെ മാത്രം ദൈവമാണ്, വേറെ ആരെയും സ്നേഹിക്കുന്നില്ല. കർത്താവ് ആ, ആ, ഈ നിലയിലാണ് നമ്മുടെ പ്രാർത്ഥനയും ഇതും ഒക്കെ പോകുന്നത്. എന്നാൽ എന്തിനാ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്? ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ ദൈവം എന്തിനാ തെരഞ്ഞെടുത്തത്? അത് അവരെ ഒരു ജാതികൾക്ക് പ്രകാശമാക്കി വെക്കാനായിട്ടും, അല്ലെങ്കിൽ അനേകര് അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന ഇടപാട് കണ്ടിട്ട് ദൈവത്തെ അറിയാനും വേണ്ടിയാണ് ദൈവം അത് വെച്ചതെന്നും, ദൈവത്തിന്റെ വചനം യെശയ്യാ പ്രവചനവും അതുപോലെ യിരെമ്യാ പ്രവചനം എസെക്കിയേലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇസ്രായേലിനെ ജനിക്കുകയും ഇസ്രായേലിനെ എതിർക്കുകയും ചെയ്യുന്ന ചില വ്യക്തികളോടുള്ള നീരസം മാത്രമല്ല അവിടെ പറഞ്ഞേക്കുന്നത്. നിത്യതയിൽ ദൈവത്തിന് ഈ വ്യക്തികളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയും കൂടെ ഈ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഈ പറയുന്ന ജാതികളൊക്കെ രക്ഷിക്കപ്പെടുകയും ദൈവത്തെ അറിയുകയും എല്ലാവരും ദൈവാലയത്തിലേക്ക് കടന്നു വരും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പങ്കുവെക്കുന്നത്. നമുക്കറിയാം യെശയ്യാ പ്രവചനം 56 അധ്യായം വായിക്കുമ്പോൾ ജാതികളൊക്കെ ഈ ആലയത്തിലേക്ക് ഒഴുകി വരികയും അങ്ങനെ എൻ്റെ ആലയം പ്രാർത്ഥനാലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇവരോട് ദൈവം ഇടപെടുകയും ഈ ജീവനുള്ള ദൈവത്തെ ഇസ്രായേൽ മക്കളുടെ ജീവിതം മുഖാന്തരം അറിയുകയും അവരതിന്റെ വക്താക്കളായിട്ടിരിക്കുകയും ദൈവത്തിന്റെ നന്മയും സ്നേഹവും ഒക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ആഗ്രഹിച്ച ഒരു നിലയിലാണ് ആ കർത്താവ് കാര്യങ്ങളെ ഡിസൈൻ ചെയ്തത്. എന്നാൽ ഇവര് ജാതികളുടെ പ്രാകാരവും ആലയത്തെ വേർതിരിക്കുന്ന ഭാഗത്ത് ഒരു ബോർഡ് വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത്, ഇതിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ നിങ്ങൾ കൊല്ലപ്പെട്ടേക്കാം, മരിച്ചു പോകാം, അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം റിസ്കിലായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ പോകുന്നത് എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്നേക്കും ഇങ്ങനെ പുറംപറയായിട്ട് നിൽക്കാനും ഒക്കെയുള്ള ഒരു നിലയിലാണ് കാര്യങ്ങൾ ചെയ്തത്. ഇവരുടെ പ്രധാനപ്പെട്ട ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന സ്ഥലവും സത്യത്തിൽ ഈ സകല ജാതികളുടെയും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ട ഈ സ്ഥലത്താണ് ഇവർ കൊണ്ടുവന്ന് ഇവിടെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ള ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം എന്ന് പറഞ്ഞതുപോലെ ദൈവവേല ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു കാരണം അയ്യോ എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് എഞ്ചിനീയറിങ്ങിന്റെ പണി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഡോക്ടറുടെ പണി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഞാനിപ്പോൾ ദൈവവേലയിൽ ഇറങ്ങിപ്പോയല്ലോ, ഇനി വെറും ഈ സ്വോത്രകാഴ്ചയെ ആശ്രയിച്ച് മാത്രം ഞാൻ ജീവിക്കണമല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട ഒരു ഗതികേടൊന്നും അന്നും ഇല്ല ഇന്നും ഇല്ല. അതിനൊക്കെയുള്ള വിദ്യകൾ ഇന്ന് ദൈവഭക്തന്മാർ വളരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വേല ചെയ്താലും അതിനെ ഒരു ബിസിനസ് ആക്കി മാറ്റി അതിനെ പല നിലകളിലുള്ള ഇതാക്കി. ഇന്നലെ ഒരു വീരന്റെ പരസ്യം ഞാൻ ഇന്നലെ കണ്ടു. കാരണം നമ്മൾ അറിയപ്പെടുന്ന ചില ശാപമഴിക്കുന്ന ആൾക്കാരുടെയൊക്കെ ശുശ്രൂഷ കുറച്ച് മാറിക്കഴിഞ്ഞപ്പോൾ ഇന്നലെ താണ്ട് ഒരു വിദ്വാൻ പുതിയതായിട്ട് അഡ്വർടൈസ് ചെയ്തിട്ടേക്കുന്നു, ഇതാ ഇന്ന ദിവസം ഇന്നടത്ത് വെച്ച് ഞാൻ ശാപം അഴിക്കാൻ പോകുന്നു. അഴിക്കുക എന്നുള്ളതിനെ പുള്ളി സാങ്കേതികമായിട്ട് ആ വാക്കിനെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു, കർത്താവേ, നമ്മളൊക്കെ പല വ്യക്തികളും ഇത് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെ അവർക്ക് വചനത്തിന്റെ ഒരു വെളിച്ചം ലഭിച്ചപ്പോൾ കാൽവരിയിൽ കർത്താവ് അഴിച്ച ഈ ശാപത്തെ പിന്നഴിക്കേണ്ട കാര്യമില്ല, പിന്നെ ആ അഴിച്ച ഇതിലേക്ക് ദൈവജനത്തെ നടത്തിയാൽ മതി. കർത്താവ് കാൽവരിയിൽ പാപത്തെയും ശാപത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. ജയം ജയം ഹല്ലേലൂയ എന്ന് പറയുന്ന പാട്ടിൽ നമ്മൾ പാടുന്ന പോലെ പാപത്തെയും ശാപത്തെയും ക്രൂശിന്മേൽ താൻ വാഹിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ച സംഗതിയാ. അത് ഭക്തന്മാർക്ക് നേരത്തെ വെളിപ്പെട്ടു. അതിന് വിശ്വാസത്താൽ സ്വായത്തമാക്കുക നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഇനിയും പുതുതായിട്ട് കർത്താവ് ചെയ്തതിന്റെ പുറത്ത് ആരെങ്കിലും പോയി മുറിക്കേണ്ട ആവശ്യമോ അഴിക്കേണ്ട ആവശ്യമോ ഇല്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പം ഇതുപോലെ ഇതിന്റെ ബിസിനസ് സാധ്യതകൾ തേടി പലരും പോവുക. പലർക്കും ദൈവവചനം പ്രസംഗിക്കുന്നത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ദൈവവചനത്തിലുള്ള കാര്യങ്ങൾ അത് പഠിപ്പിക്കുന്നതിലല്ല. കാരണം അത് ഇച്ചിരി സമയമെടുക്കും. നമുക്കറിയാമല്ലോ, കാര്യപ്പെട്ട കാര്യം പഠിപ്പിച്ചാൽ പോലും ഇന്ന് ആൾക്കാർക്ക് കാര്യങ്ങളൊന്നും കേൾക്കണ്ട, വിവാദങ്ങളും അതുപോലുള്ള സംഗതിയൊക്കെ അവർക്ക് കേട്ടാൽ മതി. അതാണ് അവർക്ക് സൗകര്യം. അവരുടെ സ്വാതന്ത്ര്യത്തെ ഒരിക്കലും നമ്മൾ ഹനിക്കുന്നില്ല. നമുക്ക് 3 or 4 അല്ലെങ്കിൽ വിരലെണ്ണാവുന്ന ആൾക്കാരെ ഉള്ളെങ്കിലും നമുക്കത് മതി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കാനിക്കാൻ നിൽക്കുന്ന ഒരുത്തന്റെ വായിലോട്ട് ഇതൊക്കെ ഇട്ടുകൊടുത്ത് വെറുതെ അവനെ വിഷമിപ്പിക്കുന്നതിന് അവനൊരു കാഴ്ചപ്പാട് പ്രാപിക്കട്ടെ. കാരണം ദൈവത്തിന്റെ വചനത്തിന് ഒരു വ്യക്തിയിൽ നിരന്തരമായ ദൈവവചന പഠനവും ശുശ്രൂഷയും നിമിത്തം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന രൂപാന്തരം എന്താണെന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. മാത്രമല്ല, നമ്മളെ രൂപാന്തരപ്പെടുത്താനുള്ള ദൈവത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ? നമ്മളെ രൂപാന്തരപ്പെടുത്താനുള്ള ദൈവത്തിന്റെ പ്രധാന ആയുധമെന്ന് പറയുന്നത് തൻ്റെ വചനമാണ്. അത് ആത്മദേഹി ദേഹങ്ങളിലേക്ക് ക്രിയ ചെയ്യുകയും ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് സന്ധിമജകളെ വേർപിടിയിക്കും വരെ തുളച്ചു ചെല്ലുന്ന ഇരുവായത്തിലുള്ള വാളാണ് എന്ന് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്.
അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. അത് അത് ആരെങ്കിലും ആരെങ്കിലും വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. ദൈവവചനം ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകും എന്തൊരു മാറ്റമാണ് ഈ ദൈവത്തിന്റെ വചനം നമ്മളിൽ ഉണ്ടാക്കുന്നത്. എന്നാൽ പെട്ടെന്ന് കാര്യസാധ്യം നടത്താനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വചനം ധ്യാനിക്കാൻ സമയമില്ല, വചനം പ്രസംഗിക്കാൻ സമയമില്ല, വചനം പഠിപ്പിക്കാൻ സമയമില്ല, പഠിക്കാനും സമയമില്ല. അവർക്ക് പെട്ടെന്ന് വൈകാരികമായിട്ടുള്ള ഒരു തിരത്തള്ളൽ ഉണ്ടാകുകയും വൈകാരികമായിട്ടുള്ള ഒരു അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടായി അതിൽ നിന്ന് അവർ ശ്രേഷ്ഠരാണെന്ന് അഭിമാനിക്കാനായിട്ടും ആഗ്രഹിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ നമുക്ക് അപ്പോസ്തലന്മാരും ദൈവദാസന്മാരും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ അവരെ രൂപാന്തരപ്പെടുത്തി അതേ ദൈവവചനം നമ്മളെ രൂപാന്തരപ്പെടുത്താനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പോൾ സകല ജാതികളും അവിടെ കടന്നു വരികയും സകല ജാതികൾക്കും പ്രാർത്ഥനാലയമായി തീരുകയും ചെയ്യേണ്ട സ്ഥലമാണ് ഇന്ന് ബിസിനസ്സിനും മറ്റുള്ളവരുടെ ആ പാപഭാരത്തെ മുതലാക്കിക്കൊണ്ട് നിങ്ങൾ കൊണ്ടുവരുന്ന പക്ഷികളോ നിങ്ങൾ കൊണ്ടുവരുന്ന ആടുകളോ ഒന്നും ഇവിടെ ഞങ്ങൾ എടുക്കുകയില്ല. ഇവിടെ അന്യായ വില കൊടുത്ത് ഇരട്ടി വില കൊടുത്ത് എത്രയോ അതിന്റെ അതും പറഞ്ഞിട്ടുണ്ട്. അത് എത്രയോ മൾട്ടിപ്പിൾസ് ആയിട്ട് ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത നിലയിലുള്ള വിലയായിരുന്നു അവർ ഈടാക്കിക്കൊണ്ടിരുന്നത്. എന്ന് മാത്രമല്ല സാധാരണ പണം ഈ ടെമ്പിളിൽ എടുക്കുന്ന നാണയമാക്കി മാറ്റുന്നതിനും ഓരോ കാര്യത്തിനും വളരെ അന്യായമായ നിലയിലുള്ള റേറ്റ്സ് ആണ് അവർ ഈടാക്കിക്കൊണ്ടിരുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമുക്ക് ഡോളർ മേടിക്കണമെങ്കിൽ ഇന്ന് ഇപ്പം 82 രൂപയാണ് ഡോളറിനുള്ളതെങ്കിൽ ഒരു 4 രൂപയെങ്കിലും കൂടുതൽ കൊടുക്കാതെ നമുക്ക് ബാങ്കിൽ നിന്നോ എവിടുന്നോ നമുക്ക് കിട്ടത്തില്ല. അതും നമുക്ക് സഹിക്കാം. എന്നാൽ അതിൻ്റെ ഇരട്ടി കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇരുന്ന് വിഷമിച്ചു പോകും. ദൈവമേ, ഈ ഡോളർ കണ്ടുപിടിച്ചവനെ അനുഗ്രഹിക്കണമേ നമ്മൾ പ്രാർത്ഥിച്ചു പോകും. കാരണം അതുപോലുള്ള സാഹചര്യങ്ങളാണ് അവിടെ സംജാതമായി. അപ്പൊ ഈ നിലയിൽ ജാതികൾക്ക് സകല ജാതികളും വന്ന് പ്രാർത്ഥിക്കാനും ആലയം അപ്രകാരമായി തീരാനും ആഗ്രഹിച്ച ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് കർത്താവ് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അത് എൻ്റെ പിതാവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് പറഞ്ഞ് 69-ാം സങ്കീർത്തനം 67 69 അവിടെ വായിക്കുന്നത് പോലെ 69:9 എൻ്റെ പിതാവിൻ്റെ ആലയത്തെക്കുറിച്ച് എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് കർത്താവ് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം ഈ നിലയിൽ കർത്താവ് അതിനെ ശുദ്ധീകരിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും അത് വളരെ മാർഗദർശകമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇതൊരു ബിസിനസ് അല്ല. ഇതൊരു ചില മനുഷ്യർക്ക് ചില മനുഷ്യരുമായിട്ട് കരാറുണ്ടാക്കിയിട്ട് ഇന്നുള്ള കാര്യം ഇന്ന് നമുക്കറിയാമല്ലോ. ഇന്ന് ഈ ജനാധിപത്യമൊക്കെ നടക്കുന്ന സമയത്ത് എൻ്റെ കൂടെ നിൽക്കാൻ ഒരു 5000 പേരുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിലയാണ്. കാരണം ഈ 5000 വോട്ട് അങ്ങോട്ട് മറിയും എന്ന് പറയുന്നത് പോലെ ഇപ്പം നമുക്കറിയാം, നമ്മുടെയൊക്കെ ഈ ക്ലബ് ഹൗസിൽ ഫോളോവേഴ്സ് നോക്കിയാൽ ചിലരെ റേറ്റ് ചെയ്യാം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ കിടന്ന് 2 വർഷം ഇതിനുള്ളിൽ കിടന്ന് വായ വെച്ചിട്ടും ഒരു 1000 പേര് പോലും ഇല്ല, 800 എത്ര കാണാൻ എനിക്കുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് നോക്കാറില്ല. അതിൽ കൂടുതൽ ഈ ബിറ്റ് കോയിൻകാരാ. ഈ ഫോളോവേഴ്സിൽ കൂടുതലും ദൈവമക്കളൊന്നും അല്ല. കൂടുതൽ നമ്മുടെ ഈ ബിറ്റ് കോയിനും മറ്റേ വേറൊരു കോയിൻ ഉണ്ടല്ലോ, അതിലൊക്കെ ചേർക്കാനായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്നവരാ കൂടുതൽ. അപ്പൊ ഇതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ ഇങ്ങനെ ഒരു നേതാവായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നേതൃശക്തിയും അവരുടെ ആജ്ഞാശക്തിയും അവരുടെ ഇൻഫ്ലുവൻസും വെച്ച് മറ്റുള്ളവരോട് ബാർഗെയിൻ ചെയ്ത് എൻ്റെ കൂടെ നമ്മൾ പണ്ട് വായിക്കുന്നു ബാക്ക് പൈപ്പറോ അങ്ങനെ എങ്ങാണ്ട് ഒരാളുടെ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ പട്ടണത്തിലെ എലികളെയെല്ലാം നിർമ്മാർജ്ജനം ചെയ്തു. അത് അല്ലാതെ വന്നപ്പോൾ ആ പട്ടണത്തിലെ കുട്ടികളെല്ലാം അവൻ്റെ ആ പൈപ്പ് വായിക്കുന്നവന് പുറകെ പോയി എന്ന് പറഞ്ഞതുപോലെ ഈ നിലയിൽ ഒക്കെയാണ് ആൾക്കാർ പോകുന്നത് എന്ന് പല നേതാക്കന്മാരും ധരിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഈ ക്രിസ്തീയ ഉപദേശത്തിനും ക്രിസ്തീയമായിട്ടുള്ള കാഴ്ചപ്പാടിനും എതിരെ ഉള്ള കാര്യങ്ങൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പം പോലും ഇത്തരം നേതാക്കൾക്ക് ഒരു കുലുക്കമില്ല എന്നുള്ളതാണ്. അവർക്ക് അതൊന്നും വിഷയമല്ല. ദൈവത്തെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമ്മുടെ കൂടെ ഇത്രയും പേരുണ്ട് നമ്മുടെ കൂടെ നിൽക്കാൻ, അവർ എന്ത് വേണമെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് നമ്മൾ ഉപദേശം പറഞ്ഞാലോ ഇച്ചിരി തെറ്റായ ഉപദേശം പറഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇതിന് പ്രതികരിക്കണ്ട, ഇതിന് പ്രതികരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതുപോലൊക്കെ അവർ ചെയ്തോളും എന്ന് വിചാരിച്ച് നടക്കുന്നവരുണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. നമ്മുടെ ഈ മനുഷ്യനോട് കാണിക്കുന്ന ചില പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ ആ നിലയിലുള്ള ചില ശത്രുതയോ വിരോധങ്ങളോ അല്ലെങ്കിൽ മനുഷ്യനോട് പറയേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, അതിന് ഇങ്ങനെ ഉത്തരം പറയണം എന്നൊക്കെയുള്ള കൺസേൺ നമുക്കെല്ലാം ഉണ്ട്. ഇല്ലെന്നൊന്നും പറയുന്നത് എനിക്കും ഉണ്ട്. ചില കാര്യങ്ങളോടൊക്കെ ഇതിങ്ങനെ പ്രതികരിക്കണം എന്ന് പറയുക. എന്നാൽ അതിനേക്കാളും ഒക്കെ മുകളിലാ എൻ്റെ ദൈവത്തെക്കുറിച്ച് തിന്മ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിനോട് പ്രതികരിക്കുക എന്നുള്ളത്. ഒരു ദൈവപൈതൽ എന്നുള്ളതിലേക്ക് എൻ്റെ ഒരു അവകാശമാണ്.
അതൊന്നും പിന്നെ അയ്യോ ഞാനിങ്ങനെ ഉള്ള സത്യം വിളിച്ചു പറഞ്ഞാൽ എൻ്റെ പക്ഷത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകും, ഇങ്ങനെയുള്ള ചില പ്രതിസന്ധികൾ നേരിട്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് വായും അടച്ച് പൂട്ടി വെച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെയല്ല മക്കൾ ചെയ്യേണ്ടത്. പെന്തക്കോസുകാരാന്ന് പറയുന്നു, എന്നാൽ പെന്തക്കോസുകാർക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ചില ദൈവവചന സത്യങ്ങൾ അത് അല്ല എന്നും അതിനെ കളിയാക്കുകയും ചവിട്ടി അരയ്ക്കുകയും ചെയ്യുമ്പോൾ പെന്തക്കോസുകാരെന്ന് പറയുന്ന നേതാക്കന്മാർ തന്നെ മൗനം അവലംബിച്ച് കേട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇവർ എന്തുതരം പെന്തക്കോസുകാരാണ് എന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ പുനർവിചിന്തനം ചെയ്യേണ്ട ഒരു ഇത് വന്നേക്കും. ഇത് പറയുന്നത് കൊണ്ട് എന്തോ ഡിഫിക്കൽറ്റിയിലായാലും ഞാൻ അതിനെയൊന്നും ഭയക്കുന്നില്ല. കാരണം ഇത് പറയാൻ വേണ്ടിയാണ് ദൈവം എന്നെ അപ്പോയിന്റ് ചെയ്തേക്കുന്നത്, ദൈവത്തിൻ്റെ വചനം ഞാൻ പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് ആരുടെ വിരോധമോ ഈർഷ്യയോ ഒന്നും ഇവിടെ ഒരു വിഷയമുള്ള കാര്യമല്ല. അതിനോടൊന്നും ആ നിലയിൽ അതിനെ ഗൗരവമായിട്ട് എടുക്കാൻ പോലും ഞാൻ തയ്യാറല്ല. കാരണം എൻ്റെ ബാധ്യത എൻ്റെ ദൈവത്തോടും ദൈവത്തിൻ്റെ വചനത്തോടുമാണ് ഫസ്റ്റ്, പിന്നെയാണ് മറ്റുള്ള കൺസിഡറേഷൻസ് ഒക്കെ വരുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കും. അത് ഞാൻ ആ ഭാഗത്തുനിന്ന് മുന്നോട്ട് പോട്ടെ. അവരെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ആലയത്തിൽ ചെന്ന് ഹോശന്ന എന്ന് പറഞ്ഞ് ആ ബാലന്മാർ ആർത്തപ്പോൾ ഇവർ പറയുന്നത് നീ കേൾക്കുന്നുവോ എന്ന് ചോദിച്ചു. നമുക്ക് 8-ാം സങ്കീർത്തനം വായിക്കാനായിട്ട് കഴിയും. ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. പിന്നെ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് ബഥാനിയയിൽ ചെന്ന് പാർത്തു എന്ന് നമ്മൾ വായിക്കുന്നു. രാവിലെ നഗരത്തിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു, അടുക്ക വന്നു, അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് പറഞ്ഞു. വേറെ ഭാഗത്ത് വായിക്കുന്നത് അത്തിപ്പഴത്തിൻ്റെ സീസൺ അല്ലായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. ഈ അത്തികൾക്ക് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അത്തി ഇപ്പം നിപ്പുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് വൈകുന്നേരം പോയി നോക്കി. പണ്ട് കാലത്ത് കണ്ട അത്തിപ്പഴം അതുപോലെ തന്നെ നിൽക്കുക, പഴുത്തിട്ടൊന്നുമില്ല. അത് ചില 1-2 മാസങ്ങൾക്ക് മുന്നേ ഞാൻ പോയപ്പോഴും അതുപോലെ തന്നെ നിൽക്കും, ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നു. അപ്പം അത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പം 2 നിലയിൽ ഇതുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന്, അത്തിപ്പഴത്തിൻ്റെ സീസൺ ആകുന്നതിന് മുമ്പ് ഇത് ചെറുതായിട്ടൊന്ന് കായ്ക്കും. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു മൂവാണ്ടമാവ് നിൽപ്പുണ്ട്. ഈ നല്ല മഴ പെയ്യുക, എന്നിട്ട് മൂവാണ്ടമാവ് പുതിയ മാങ്ങയ്ക്ക് വേണ്ടി പൂവിട്ടേക്കുക ഈ മഴയത്ത്. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ അത്തി ഇതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട കായ്ക്കുന്ന സീസണ് മുമ്പേ ചെറുതായിട്ടൊന്ന് പൂവിടും, ചെറുതായിട്ടൊന്ന് കായ്കൾ കായ്ക്കും. ആ കായ്കളൊന്നും വലിയ വലിപ്പമുള്ള കായ്കളല്ല, ചെറിയ കായ്കളായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സീസൺ ആയിരുന്നു. എന്നാൽ ഈ പ്രത്യേകമായിട്ടുള്ള സാഹചര്യം നമ്മൾ പരിശോധിക്കണം. നമുക്ക് കാണാനായിട്ട് കഴിയും, ക്രൂശിക്കപ്പെടാനായിട്ട് ചില ദിവസങ്ങൾ മുമ്പ് കർത്താവ് ഈ അത്തിയുടെ അടുത്തേക്ക് കടന്നില്ല. ഇതിന് മുന്നേ നടന്നൊരു സംഭവത്തിനും നമുക്ക് കാണാം. ഈ അത്തി അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കർത്താവ് അവിടെ ഒരു ഉദാഹരണമായിട്ട് അത് ചെയ്യുന്നത് അത് ഇസ്രായേലിനെയാണ്. യോവേൽ പ്രവചനത്തില്, ഹോശയ പ്രവചനത്തില് ഒക്കെ ഈ അത്തിയോട് ഉപമിച്ചേക്കുന്നത്, ഇസ്രായേലിനെ അത്തിയോട് ഉപമിച്ചേക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം ഈ അത്തിയെ ശപിച്ചതിന്റെ കാരണം എന്താ? കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്ന പോലെ അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അവൻ തൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് വാഗ്ദത്തം ആർക്ക് നൽകപ്പെട്ടുവോ അവരുടെ അടുത്തേക്ക് കടന്നു വന്നു. അവരെന്നാൽ കർത്താവിനെ നിഷ്കാസനം ചെയ്യുക തള്ളിക്കളയുക ചെയ്തത്, കർത്താവിനെ അംഗീകരിച്ചില്ല. അപ്പൊ തുടർന്നുള്ള ഉപമകളിൽ നമുക്ക് കാണാൻ കഴിയും ചില കുടിയാന്മാരെ ഏൽപ്പിക്കുന്നതും, എന്നാൽ കുടിയാന്മാരെ മാറ്റിയിട്ട് പുതിയ ഒരു കുടിയാന്മാർക്ക് കൊടുക്കും എന്ന് പറയുന്നതും, നിങ്ങളെക്കാളും മുമ്പേ വേശ്യകളും ചുങ്കക്കാരും ദൈവരാജ്യത്തിൽ കടക്കുമെന്ന് കർത്താവ് പറയുന്നതുമായ ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തെ ലിറ്ററലായിട്ട് എടുക്കുന്നതിനേക്കാളും നല്ലത്, ലിറ്ററലായിട്ടാണ് എല്ലാ ദൈവവചന ഭാഗങ്ങളും ആദ്യം നമ്മൾ കാണേണ്ടത്. എന്നാൽ നമുക്കറിയാം ഈ ഭാഗം അങ്ങനെ കാണേണ്ട ഒരു ഭാഗമല്ല എന്നുള്ളത് ആ സാഹചര്യം കൊണ്ടാണ് പറയുന്നത്. കാരണം ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ എന്താണ് ഇസ്രയേലിനോട് കർത്താവ് ചെയ്യാൻ പോകുന്നത്, ഇസ്രയേലിന് എന്താണ് സംഭവിച്ചത് എന്ന് കാണിക്കുന്ന ഒരു ദൈവവചന ഭാഗമായിട്ടാണ് നമുക്കിതിനെ വിലയിരുത്താനായിട്ട് കഴിയുന്നത്. അവിടെ കർത്താവ് കടന്നു എന്ന് നിങ്ങൾ വചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയത്രേ എന്ന് യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ കാണുന്നത് പോലെ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു വേറൊരു ഉപമ കർത്താവ് പറയുന്നത്, ആ രാവിലെ പോയി വിളിച്ച കൂലിക്കാര് 11-ാം മണി നേരത്തെ വിളിച്ച കൂലിക്കാര് എന്ന് ഉള്ളതുപോലെ നേരത്തെ അവരെ വിളിച്ചതാണ്, നേരത്തെ അവരെ ഫലം കായ്ക്കാൻ ആക്കി വെച്ചതാണ്, എന്നാൽ കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങയായിരുന്നു. എന്നാൽ അത് വൈഡായിട്ട് കായ്ക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ
ഫലമായിട്ടുള്ള നിലയിൽ ഒരു ചെറിയ ഫ്രൂട്ട് പോലും ആ സീസണിൽ സാധാരണ സംഭവിക്കാറുള്ളത് പോലുള്ള അതിൻ്റെ ഇനി ഇത് അധികമായിട്ട് കായ്ക്കാനായിട്ട് പോവുകയാണ്, അതിൻ്റെ തുടക്കമായിട്ട് ചില പഴങ്ങൾ ഇതിലുണ്ട് എന്നുള്ള നിലയിലല്ല അത് അവിടെ നിന്നിരുന്നത്. മറിച്ച് അതിൽ ഫലമില്ലായിരുന്നു. ചില ആൾക്കാർ പറയാറുണ്ട്, കപടഭക്തിയെയും ഇതിനോട് കാണിക്കാറുണ്ട്. കാരണം ഇലയുണ്ടെങ്കിൽ അതിൽ കായ്ക്കളും ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് ഞാൻ പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാരണം അതിൽ നിറയെ ഇലയുണ്ടായിരുന്നു, എന്നാൽ ഫലമില്ല. നിപ്പ് കണ്ടാൽ ഫുൾ ഇലയൊക്കെ ആയിട്ട് ഫലമുള്ള ഒരു അത്തിയാണെന്ന് തോന്നിപ്പോകും, എന്നാൽ അതിലൊന്നും അത്തി ഇല്ലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അത്തിപ്പഴം കൂടുതൽ കായ്ക്കുന്നത് അത്തിയുടെ മുകളിലല്ല, അത്തിയുടെ തടിയോടും അതിൻ്റെ വേരിനോടും ഒക്കെ ചേർന്ന ഭാഗത്താണ് ഈ അത്തിപ്പഴം കൂടുതലായിട്ട് കായ്ക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇത് നല്ല ഇല ഒക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കും. ഞാൻ എൻ്റെ തൊട്ടടുത്ത് ഞാൻ ഈ പ്രസംഗിക്കുന്നതിൻ്റെ അപ്പുറത്തിൻ്റെ ഒരു അത്തി നിൽപ്പുണ്ട്. അപ്പം അതും കൂടെ കണ്ടിട്ട് പറയുക. ഇനിയിപ്പം പലസ്തീനിലുള്ള അത്തി വല്ല വേറെ ആയിരുന്നോ എന്ന് എനിക്കറിയില്ല. ഇതിൽ കൂടുതലും അതിൻ്റെ തടിയോടും അതിൻ്റെ വേരിനോടും ഒക്കെ ചേർന്ന ഭാഗങ്ങളിലാണ് കൂടുതൽ അത്തിപ്പഴം നിൽക്കുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ ഇന്നലെ വൈകുന്നേരം കണ്ടത് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ നിപ്പ് കണ്ടാൽ ചില ആൾക്കാരുടെ നിപ്പ് കണ്ടാൽ മുഴുവൻ ഫലമാണെന്ന് തോന്നും, എന്നാൽ സത്യം പറഞ്ഞാൽ അതിൽ ഫലമൊന്നുമില്ല. ആത്മാവിൻ്റെ ഫലമൊന്നുമില്ല. സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, സ്നേഹം, ഇതൊന്നും പരോപകാരം ഇതൊന്നുമില്ല. എന്നാൽ നിപ്പും പാട്ടും പിടിത്തവും ഷർട്ടും മീശ ക്ലീൻ ഷേവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ ഒരു വൃക്ഷമാണെന്ന് തോന്നും. പണ്ട് ഞങ്ങളൊരു ക്യാമ്പിന് പോയി കഴിഞ്ഞപ്പോൾ ഒരു രസകരമായ ഒരു സംഭവം, കോഴിക്കോട് ക്രൈസ്റ്റ് ഹോളിലായിരുന്നു ആ ക്യാമ്പ്. അപ്പം അന്ന് കിടക്കാൻ പോകുമ്പോൾ എല്ലാവരും അവിടെ നേതാക്കന്മാർ, അതിൻ്റെ ലീഡേഴ്സ് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ റൂംമേറ്റിനെ നാളെ രാവിലെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളായിരിക്കണം. നിങ്ങളുടെ റൂംമേറ്റ് പരിചയപ്പെടുത്തും, തിരിച്ച് അങ്ങേരും പരിചയപ്പെടുത്തും. അങ്ങനെ നാളത്തെ സിസ്റ്റം. അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും രാവിലെ പരിചയപ്പെടുത്താനായിട്ട് വന്ന് നിൽക്കുകയാണ്. അന്നേരം ഒരു പയ്യൻ അവിടെ ഒരാളെ പരിചയപ്പെടുത്തുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിങ്ങനെയാണ്, ഇതുപോലൊക്കെയാണ്, കണ്ടിട്ട് അദ്ദേഹം ഒരു ആത്മീയ നേതാവാണെന്ന് തോന്നുന്നു എന്നും കൂടെ പറഞ്ഞപ്പോൾ ഹോള് മുഴുവൻ ചിരിച്ചുപോയി. കാരണം കെട്ടും മട്ടുമൊക്കെ കണ്ടപ്പം ആത്മീയ നേതാവാണെന്ന് മനസ്സിലായി, ഒരു സ്പിരിച്വൽ ജെയിൻ്റ് ആണെന്ന് മനസ്സിലായി എന്നുള്ളൊരു നിലയിൽ ഒരു പ്രസ്താവന നടത്തിയത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിച്ച വിഷയം നോക്കിയാട്ടെ, ഈ കെട്ടും മട്ടുമൊക്കെ പലർക്കും ഉണ്ട്, എന്നാൽ അതിൽ ഫലമില്ലാത്ത അനുഭവം. അത് ഇസ്രയേലിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കട്ടെ. തുടർന്ന് നമ്മൾ വായിക്കുന്നതായിട്ടുള്ള കാര്യമാണ് വിശ്വാസത്തെക്കുറിച്ച്. ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുന്നേ വീണ്ടും ഒന്നുകൂടെ ചിന്തിച്ച ഭാഗമാണ് വിശ്വാസത്തെക്കുറിച്ചുള്ള ഭാഗം. അത് നിങ്ങൾക്ക് വിശ്വാസമുള്ളവരാണെങ്കിൽ, കാരണം ഈ അത്തി അങ്ങ് ഉണങ്ങിപ്പോയി, അപ്പോൾ ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ പ്രത്യേക ഒരു അടയാളമായിട്ട് കർത്താവ് ചെയ്ത ഒരു കാര്യമാണ്. പിന്നെ ലിറ്ററലായിട്ട് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. കാരണം ഈ അത്തിയെ സൃഷ്ടിച്ച ഈ ദൈവപുത്രൻ ആര് മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടു പോയി, നിർണായകമായ ഈ അവസരത്തിൽ വിശന്ന് അതിനടുത്തേക്ക് കടന്നു ചെന്നപ്പോൾ ഈ എന്തുദ്ദേശത്തിന് വേണ്ടി ഈ അത്തിയെ നിലനിർത്തിയോ ആ ഉദ്ദേശം സാധിക്കാതെ വന്നപ്പോൾ നിന്നിൽ ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അവിടെ പറഞ്ഞപ്പോൾ, ഫലമുണ്ടാകാതെ പോകട്ടെ, ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് ഉണങ്ങിപ്പോയി എന്നുള്ള കാഴ്ച നമുക്ക് കാണാം. നമുക്കറിയാമല്ലോ, ഈ പഴയ നിയമകാലത്ത് ഇങ്ങനെ ഒരു പറച്ചിലുണ്ടായിരുന്നു. നമ്മൾ ഈ മലയോട് ചാടിപ്പോക എന്ന് പറയുമ്പം അതിനും ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഈ ദൈവവചനത്തിലുള്ള പ്രധാനപ്പെട്ട ഒബ്സ്ക്യൂറായിട്ടുള്ള മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത ചില ഭാഗങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ചില ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ചില റബ്ബായിസ് ഉണ്ടായിരുന്നു, റബ്ബിമാര്. അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പറച്ചിലാണ്, ഈ റബ്ബി ഈ മലയെ എടുത്ത് കടലിലിടുന്ന ആളാണ്. കാരണം അദ്ദേഹത്തിന്റെ പഠിപ്പീര് എത്ര കൃത്യമായിരുന്നു എന്നുള്ള ഒരു അർത്ഥത്തിലാണ് പറയുന്നത്. കാരണം ആർക്കും മനസ്സിലാകാത്ത ഭാഗം പോലും ഇദ്ദേഹം വിവരിച്ച് അതിൻ്റെ ഏടുകളൊക്കെ വിശദീകരിച്ച് അത് കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം മാത്രമല്ല അതിൻ്റെ ആപ്ലിക്കേഷനും കൂടെ പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള അർത്ഥത്തിൽ ആ കാലത്ത് പഠിപ്പിക്കുന്ന ആൾക്കാരെ കുറിച്ച്, മലയെടുത്ത് കടലിലിടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞാൽ മല കാരണം നമുക്കറിയാമല്ലോ, മല കടലിലേക്ക് ചാടിപ്പോകുന്നതിനേക്കാളും വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ് ചില ദൈവവചന ഭാഗങ്ങൾ വിശദീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക, ചില മർമ്മങ്ങൾ പഠിപ്പിക്കുക എന്നൊക്കെ ഉള്ളത്. എനിക്കറിയാം, എന്നെ ക്ലോസ് ആയിട്ടുള്ള ചില വ്യക്തികൾ, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളടക്കം പണ്ട് കാലത്തെ വിളിക്കുന്ന ഒരു പേരാ മർമാണി. കാരണം
മർമാണി എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കത് തൃശ്ശൂർ ഭാഗത്തൊക്കെ മർമാണി ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പം എന്ന് പറയുന്നത് പോലെയുള്ള ഒരു അർത്ഥമാണ് ഈ കടലിൽ ചാടിപ്പോക എന്ന് പറയുന്നതിനും കൂടെ ഇതിനോട് കൂട്ടി വായിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അല്ലെങ്കിൽ തന്നെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തി കടന്നു വരുന്നതാണ് വിശ്വാസമെന്നും, അല്ലാതെ അത് കേവലം ഒരു മാനസികമായ ശക്തി അല്ല എന്നുള്ളതും കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ തന്നെ ചിന്തിക്കാനായിട്ട് ഇടയായി തീർന്ന കാര്യമാണ്. അതിനേക്കാളും അതുകൊണ്ടാണല്ലോ കർത്താവ് ഒരിടത്ത് പറഞ്ഞത്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടതുകൊണ്ട് സന്തോഷിപ്പൻ, ഭൂതങ്ങൾ പുറത്താകുകയും മലയെടുത്ത് ചാടിപ്പോവുകയും ചെയ്യുന്നതൊന്നും അല്ല വിഷയം. ആത്മീയമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ, ആത്മീയമായിട്ടുള്ള ചില വെളിച്ചം വീശലുകൾ, ആത്മീയമായിട്ടുള്ള ചില വെളിപ്പാടുകൾ ഒക്കെ അതിനേക്കാളും പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നോക്കിയാട്ടെ, ഞാൻ സമയം അധികരിച്ചു മുന്നോട്ട് പോട്ടെ. ബിജോ ബ്രദറിന് ഇന്ന് നേരത്തെ അങ്ങോട്ട് പോകാൻ ഉള്ളത് കൊണ്ട് ബിജോ ബ്രദർ ആദ്യം സംസാരിക്കും, അതിനുശേഷം എസ് പാസ്റ്റർ സംസാരിക്കും. ബിജോ ബ്രദറിനെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ